ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ സി പ്രോഗ്രാമിങ്ങിൽ മൂന്നാമത്തെ മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ആദ്യത്തെ പോർഷനാണ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ഇൻ സി. ഓക്കെ, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ഇൻ സി. എന്താണ് ഇൻപുട്ട് എന്നും എന്താണ് ഔട്ട്പുട്ട് എന്നും നിങ്ങൾക്ക് സാധാരണ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു ധാരണ കാണും. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ മെയിൻലി ഒരു മെഷീനിലേക്കാണ് നമ്മൾ എന്തെങ്കിലും ഇൻപുട്ട് കൊടുക്കുന്നത്, മെഷീനിൽ നിന്നാണ് ഔട്ട്പുട്ട് സ്വീകരിക്കുന്നത്. ഓക്കെ, സോ എന്താണ് ഒരു ഇൻപുട്ട്, ഒരു മെഷീൻ്റെ ഇൻപുട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും നമ്മൾ ആ മെഷീനിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഒരു മെഷീനിലേക്ക് കൊടുക്കുന്നത് എല്ലാം ഇൻപുട്ടായിരിക്കും. ആ മെഷീനിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് ഔട്ട്പുട്ടായിരിക്കും. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ആകുമ്പോൾ അതിൻ്റെ ഇൻപുട്ട് എന്നാൽ എന്താണ്, ഔട്ട്പുട്ട് എന്താണ് എന്നൊക്കെ ഒരു വ്യക്തതയുണ്ടല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഒരു സിസ്റ്റത്തിൽ, ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്, ഔട്ട്പുട്ട് ഡിവൈസസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഓൾറെഡി കമ്പ്യൂട്ടർ ഫണ്ടമെൻ്റൽസിൽ പഠിച്ചു കഴിഞ്ഞു. സോ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ, ഇൻപുട്ട് ഡിവൈസ്, ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സിസ്റ്റത്തിലേക്ക് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസുകളെയാണ് ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ചെയ്തതിന് ശേഷം അതിൻ്റെ ഔട്ട്പുട്ട് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസുകളെയാണ് നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. സോ ഇൻപുട്ട് ഡിവൈസിന് എക്സാമ്പിൾസാണ് മൗസ്, കീബോർഡ് മുതലായവ. ഓക്കെ, ഔട്ട്പുട്ട് ഡിവൈസസിന് എക്സാമ്പിളാണ് നമ്മുടെ പ്രിൻ്റർ, മോണിറ്റർ മുതലായവ. ഓക്കെ, സോ എനിവേ ഒരു കമ്പ്യൂട്ടർ കൊണ്ടുള്ള മെയിനായിട്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ യൂസറിന് ആ ഒരു സിസ്റ്റമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, യൂസറിന് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റുക മീൻസ് അയാൾക്ക് എന്തെങ്കിലും ചെയ്യണമായിരിക്കും. അയാളൊരു ഇൻപുട്ട് ആ സിസ്റ്റത്തിലോട്ട് കൊടുക്കും, അതെന്തെങ്കിലും പ്രോസസ്സ് ആ സിസ്റ്റത്തിൽ ചെയ്യും, ഔട്ട്പുട്ട് തരും. അതാണ് മെയിനായിട്ട് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നടക്കുന്നത്. അപ്പോൾ ഈ ഓപ്പറേഷൻസ് ഒരു യൂസർ ചെയ്യുന്നത് എന്ത് വഴിയായിരിക്കും? ഏതെങ്കിലും പ്രോഗ്രാം വഴിയായിരിക്കും. ഓക്കെ, എന്തെങ്കിലും ഒരു പ്രോഗ്രാം വഴിയായിരിക്കും ഈ ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് നടത്തുന്നത്. സോ ഒരു പ്രോഗ്രാം വിത്തൗട്ട് എനി ഒരു ഇൻപുട്ട് മോഡ്യൂൾ ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് മോഡ്യൂൾ ഇല്ലാത്ത ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ യൂസ്. ഓക്കെ, സോ always there will be an input module, then a process will happen, then after the process an output will be delivered by the system. Okay, so ഇപ്പോൾ എക്സാമ്പിൾ മാർക്ക് ഷീറ്റ് ഓഫ് ദ സ്റ്റുഡൻസ്. ഓക്കെ, സ്റ്റുഡൻസിൻ്റെ മാർക്ക് ഷീറ്റ് കണ്ടുപിടിക്കുന്ന ഒരു പ്രോഗ്രാം. ഓക്കെ, അവിടെ എങ്ങനെയായിരിക്കും? ഇൻപുട്ട് ഡിവൈസസിൽ നിന്ന് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്ക് ഷീറ്റ്, ഓക്കെ, ഓരോ സബ്ജക്ട്സിൻ്റെ മാർക്സായിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഓരോ സ്റ്റുഡൻറ്റ് റീഡ് ചെയ്ത് എടുക്കുന്നു. ദെൻ ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കംപ്ലീറ്റ് മാർക്സും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. ഓക്കെ, സോ എനി കമ്പ്യൂട്ടർ പ്രോഗ്രാം, ഫോർ എനി കമ്പ്യൂട്ടർ പ്രോഗ്രാം ദെയർ വിൽ ബി ടു മെയിൻ ടാസ്ക്. ഒന്ന്, നമ്മുടെ ഇൻപുട്ട് ഡേറ്റ റീഡ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു മെയിൻ ടാസ്ക്കാണ്. പിന്നെ ആ ഇൻപുട്ട് ഡേറ്റയിൽ എന്തെങ്കിലും പ്രോസസ്സ് ചെയ്ത് അവസാനം റിസൾട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് അനദർ ഇമ്പോർട്ടൻറ്റ് ടാസ്ക്. അപ്പോൾ ഈ രണ്ട് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ചേരുന്നതായിരിക്കും ഡെഫിനറ്റ്ലി ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം. എന്തെങ്കിലും ഒരു ഇൻപുട്ടോ അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ടോ ഇല്ലാത്തത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ആവില്ല. ദാറ്റ് വിൽ നോട്ട് ബി ഹാവിങ് എനി യൂസ്, ഓക്കെ, or significance. സോ ശരിക്കും പറഞ്ഞാൽ ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസാണ് നമ്മുടെ യൂസറിനെയും ടെർമിനൽ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കാണിക്കുന്ന ഡിവൈസിനെ, ടെർമിനലിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ലിങ്ക് എന്ന് പറഞ്ഞാൽ ഈ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഫങ്ഷൻസാണ്. എന്താണ് ഫങ്ഷൻ എന്ന് അതിന് മുന്നേ പഠിക്കണം. ഒരു ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിൽ കുറച്ച് ലൈൻസ് ഓഫ് കോഡ്സ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് അത് ഉപയോഗിക്കണമെങ്കിൽ വി വിൽ മേക്ക് ദാറ്റ് ലൈൻസ് ഓഫ് കോഡ് ആസ് എ ഫങ്ഷൻ. അതായത് ഇപ്പോൾ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന ഒരു ഫങ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഫങ്ഷൻ നമുക്ക് എവിടെയൊക്കെ നമ്മുടെ പ്രോഗ്രാമിൽ രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യണമോ അവിടെയെല്ലാം നമുക്ക് ഈ ഫങ്ഷനെ ജസ്റ്റ് കോൾ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ആഡ് ഓഫ് എന്ന് പറയുന്നതാണ് ഫങ്ഷൻ്റെ പേരെങ്കിൽ വി ക്യാൻ യൂസ് എനിവെയർ വി വാണ്ട് ദാറ്റ് അഡീഷൻ പർപ്പസ്. ഓക്കെ, സോ അതായത്
നമ്മൾ ആ ലൈൻ ഇപ്പോൾ അഞ്ച് ലൈൻസ് ഓഫ് കോഡാണ് ആ ഫംഗ്ഷന് വേണ്ടി ഉള്ളതെങ്കിൽ ഈ 5 ലൈൻസ് ഓഫ് കോഡ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ഈ ജസ്റ്റ് ആഡ് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പം ഈ 5 ലൈൻസ് ഓഫ് കോഡും പോയി എക്സിക്യൂട്ട് ചെയ്തോളും. നമ്മൾ വീണ്ടും എഴുതേണ്ട കാര്യം വരുന്നില്ല. അതുവഴി പ്രോഗ്രാമിൻ്റെ സൈസ് കുറയ്ക്കാൻ പറ്റും. വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നതിൻ്റെ ആ ഒരു ടൈം കൺസ്യൂമിങ് കുറയ്ക്കാൻ പറ്റും. നമ്മൾ വീണ്ടും എഴുതുന്ന വഴി വരുന്ന എറേഴ്സ് കുറയ്ക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഒരുപാട് ഉപയോഗമാണ് ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ളത്. ഫംഗ്ഷൻ എന്താണെന്നൊക്കെ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾ പഠിക്കും. എന്തായാലും ഇതൊന്ന് മനസ്സിലായിക്കൊള്ളുക. അപ്പോൾ നമ്മുടെ യൂസർ നെയിം ടെർമിനലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ യൂസർ നെയിം ടെർമിനലിനെയും ബന്ധിപ്പിക്കുന്ന ഒരു കണക്ഷൻ, ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്കാണ് നമ്മുടെ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഫങ്ഷൻസ്. നമ്മുടെ സി പ്രോഗ്രാമിങ്ങിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫങ്ഷൻസ് ഉണ്ട്. അതിന് ഇതിൽ ഈ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫങ്ഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് stdio.h എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഫയലിലാണ്, അല്ലെങ്കിൽ ഒരു ലൈബ്രറിയിലാണ്. ആ ലൈബ്രറി എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറേ ഫങ്ഷൻസാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു ലൈബ്രറി നമ്മുടെ സി പ്രോഗ്രാമിങ്ങിലുണ്ട്. stdio.h എന്നാണ് ആ ലൈബ്രറിയുടെ പേര്. അപ്പോൾ അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫങ്ഷൻസാണ് ഇതെല്ലാം. സ്കാൻഎഫ്, ഗെറ്റ് ഗെറ്റ് സി എച്ച് എന്നൊക്കെ പറയുന്നതാണ് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഫങ്ഷൻസ്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? റീഡ് ചെയ്യാനാണ്. നമ്മുടെ ഇൻപുട്ട് ഡിവൈസസിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്യാൻ, നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഡേറ്റ റീഡ് ചെയ്തെടുക്കാൻ വേണ്ടി ജസ്റ്റ് ഇതിൽ ഏതെങ്കിലും ഒരു ഫങ്ഷൻ നമ്മൾ കോൾ ചെയ്താൽ മതി. ഓക്കെ. ഇനി ഔട്ട്പുട്ട് ഡിവൈസസിൽ നമ്മുടെ റിസൾട്ടിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഫങ്ഷൻസിന് എക്സാമ്പിളാണ് printf, putchar, putch, puts എക്സെട്ര. ഓക്കെ. അപ്പോൾ ഇതൊക്കെ എന്താണ് ഡീറ്റെയിൽഡായിട്ട് ചെയ്യുന്നതെന്ന് പിന്നെ പഠിക്കും. സോ ഞാൻ പറഞ്ഞു, ഈ സിയിൽ സ്റ്റാൻഡേർഡ് ലൈബ്രറി stdio.h എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ലൈബ്രറിയാണ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫങ്ഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് നേരത്തെ നിങ്ങൾ കണ്ട ഈ ഫങ്ഷൻസ് എല്ലാം ആ ലൈബ്രറിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫങ്ഷൻസ് ചെയ്യേണ്ടി വരുമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ലൈബ്രറി മാത്രം നിങ്ങളുടെ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്താൽ മതി. അതായത് അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു സി പ്രോഗ്രാം തുടങ്ങുന്നതിന് ഇപ്പോൾ ഏതെങ്കിലും ലൈബ്രറി നിങ്ങളുടെ സി പ്രോഗ്രാമിങ്ങിൽ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ഏതൊരു സി പ്രോഗ്രാമിൻ്റെ തുടക്കത്തിലും കൊടുക്കേണ്ടത് ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്നതാണ്. ഹാഷ് ഇൻക്ലൂഡ് ഒരു ക്യാപ്പ് സിമ്പലിനകത്ത്, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ് ക്യാപ്പ് സിമ്പലിനകത്ത് stdio.h കൊടുക്കുക. അപ്പോൾ അതുവഴി എന്താണ് മനസ്സിലാകുന്ന പ്രോഗ്രാമിന്? ഇറ്റ് ടെൽസ് ദ കമ്പൈലർ ടു സെർച്ച് ഫോർ എ ഫയൽ നെയിംഡ് stdio.h. stdio.h എന്ന പേരിലുള്ള ഒരു ഫയലിനെ അത് സെർച്ച് ചെയ്യുന്നു. ആ ഫയലിലുള്ള എല്ലാ ഫങ്ഷൻസിനെയും ആ പ്രോഗ്രാമിലേക്ക് പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് പ്ലേസസ് ഇറ്റ്സ് കണ്ടൻസ് ഓഫ് അറ്റ് ദിസ് പോയിൻ്റ് ഇൻ ദ പ്രോഗ്രാമിൽ എവിടെയാണോ നിങ്ങൾ ഈ stdio.h ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആ പ്ലേസിൽ ആ ഫയലിനകത്തുള്ള എല്ലാ കണ്ടൻറ്റും, അതായത് കണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഈ ഫങ്ഷൻസിൻ്റെ എല്ലാ ഇംപ്ലിമെൻറ്റേഷനാണ്, അതെല്ലാം അവിടെ പേസ്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ നമുക്കത് കാണത്തില്ല. നമ്മുടെ പ്രോഗ്രാമിൽ അത് നമുക്ക് കാണത്തില്ല. നമ്മൾ ജസ്റ്റ് ഈ ഹാഷിംഗ്ലോട് stdio.h എന്ന് മാത്രമായിരിക്കും കൊടുക്കുന്നത്. പക്ഷേ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞ് ഒബ്ജക്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒബ്ജക്റ്റ് ഫയലിൽ ഈ കോഡെല്ലാം അവിടെ കാണാൻ കഴിയും. Okay, so the contents of the header file become part of the source code when it is compiled. കമ്പൈൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സോഴ്സ് കോഡിൻ്റെ ഭാഗമായിരിക്കും ഈ stdio.h എന്ന് പറയുന്ന ലൈബ്രറിയിലുള്ള എല്ലാ ഫങ്ഷൻസും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിൽ എന്തൊക്കെ ആ ഫയലിൽ എഴുതി വെച്ചിട്ടുണ്ടോ അതെല്ലാം ഇവിടെ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ. ഇനി ഈ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫങ്ഷൻസ് നമുക്ക് മെയിൻലി രണ്ടാക്കി തിരിക്കാം: ഫോമാറ്റഡ് ഫങ്ഷൻസും അൺഫോമാറ്റഡ് ഫങ്ഷൻസും. അത് ഡീറ്റെയിൽഡായിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരാം. എന്താണ് ഫോമാറ്റഡ്, എന്താണ് അൺഫോമാറ്റഡ് എന്ന് ജസ്റ്റ് ഇത്രമാത്രം മനസ്സിലാക്കാം. ഫോർമാറ്റഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഇൻപുട്ടിലോ ഔട്ട്പുട്ടിലോ എന്തെങ്കിലും
മാറ്റം വരുത്തി നമുക്ക് റീഡ് ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനും കഴിയുന്നു. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ഡെസിമൽ നമ്പർ 14.376 എന്നാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, പക്ഷേ നമുക്കതിൻ്റെ 14.376 വേണ്ട, 2 ഡെസിമൽ പ്ലേസ് മതിയെങ്കിൽ 14.37 മാത്രം മതി. ഓക്കെ, അവസാനത്തെ 6 എന്ന് വേണ്ട എങ്കിൽ നമുക്ക് ആ 2 ഡെസിമൽ പ്ലേസ് മാത്രം വെച്ച് ഫോർമാറ്റ് ചെയ്ത് നമ്മുടെ ഫങ്ഷൻ കൊടുത്താൽ നമുക്ക് ഫോർമാറ്റ് ചെയ്ത് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്ത് വരും. അല്ലാതെ നമുക്ക് ഫോർമാറ്റിംഗ് ഒന്നും അല്ലാതെ സാധാരണ രീതിയിലും ഫങ്ഷൻസ് വെച്ച് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനും പറ്റും. അതിന് അൺഫോർമാറ്റഡ് ഫങ്ഷൻസാണ് യൂസ് ചെയ്യുന്നത്. സോ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ നോക്കാം. സോ ഫോർമാറ്റഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് അലൗസ് ദ ഇൻപുട്ട് ഫ്രം ദ കീബോർഡ് ഓർ ദ ഔട്ട്പുട്ട് ഡിസ്പ്ലേഡ് ഓൺ ദ സ്ക്രീൻ ടു ബി ഫോർമാറ്റഡ് അക്കോർഡിംഗ് ടു അവർ റിക്വയർമെൻറ്റ്സ്. നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഇൻപുട്ട് ചെയ്യുന്ന ഡേറ്റയോ റീഡ് ചെയ്തെടുക്കുന്ന ഇൻപുട്ട് ഡേറ്റയോ അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ഔട്ട്പുട്ട് ഡേറ്റയോ നമുക്ക് ഫോർമാറ്റ് ചെയ്ത് റീഡ് ചെയ്യാനും ഫോർമാറ്റ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യാനും സാധിക്കുന്ന രീതിയിലുള്ള ഫങ്ഷൻസിനെ, അങ്ങനെ ആക്കാൻ സാധിക്കുന്ന ഇൻപുട്ട് ഫങ്ഷൻസിനെ ഔട്ട്പുട്ട് ഫങ്ഷൻസിനെ നമ്മൾ ഫോർമാറ്റഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് എന്നാണ് പറയുന്നത്. ഫോർമാറ്റഡ് ഇൻപുട്ട് ഫങ്ഷൻ സ്കാൻ എഫ് എന്ന് കാണും. ഓക്കെ, ഫോർമാറ്റഡ് ഔട്ട്പുട്ട് ഫങ്ഷൻ പ്രിൻ്റ് എഫ്. ഓക്കെ, സോ ഇതെങ്ങനെയാണ് ഫോർമാറ്റഡ് ഇൻപുട്ട് ഫോർമാറ്റഡ് ഔട്ട്പുട്ട് എന്നൊക്കെ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. എന്തായാലും ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ എന്തിനാണ് നമ്മൾ ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളൊരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇതുവരെയുള്ള ലെക്ചർ നോട്ട് എഴുതി അസൈൻമെൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തേക്കാം. ഓക്കെ, താങ്ക് യു.